ഞാനൊരു അമിത മദ്യപാന രോഗിയാണ്. ദൈവത്തിന്റെ കരുണയാലും എന്ന അത്ഭുത കൂട്ടായ്മയുടെ സഹായത്താലും ഇന്ന ദിവസം മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് ഷിബു. ഇന്ന് ഈ മിഡ് നൈറ്റ് ഗ്രൂപ്പിൽ ഒരു വിഷയം അവതരിപ്പിക്കാനായിട്ട് എന്നെ ക്ഷണിച്ച ഗ്രൂപ്പിന്റെ ഭാരവാഹികൾക്കും മിഡ് നൈറ്റ് സ്റ്റാർ ഗ്രൂപ്പിലെ ഓരോ അംഗങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ദി ആർച്ച് ഓഫ് ഫ്രീഡം, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ കമാനം എന്നുള്ളതാണ് എൻ്റെ വിഷയം. നമുക്ക് ഈ കമാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആർച്ചിനെ കുറിച്ച് നമുക്കെല്ലാം അറിയാം. ഒരു കമാനം എന്ന് പറയുന്നത് ഒരു വളച്ചുവാതിൽ നിന്നോ അല്ലെങ്കിൽ ഈ വളച്ച് ഒരു ആർച്ച് രീതിയിൽ പണിയുന്ന അല്ലെങ്കിൽ മഴവില്ലിന്റെ ആകൃതിയിൽ പണിയുന്ന ഒരു കമാനത്തിനെയാണ് നമ്മൾ സാധാരണ ആർച്ച് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ആൽക്കോളിക്സ് അനോണിമസിന്റെ ഉള്ളിൽ എത്തിക്കഴിയുന്ന ഒരു അംഗത്തിനോട് ബിഗ് ബുക്കിൽ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ഈ സ്വാതന്ത്ര്യത്തിന്റെ ഈ കമാനത്തിലൂടെ കടന്നു പോകണം. അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്ന് ബിഗ് ബുക്കിൽ കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ബിഗ് ബുക്ക് വായിക്കുന്ന ഒരാൾക്ക് ഏതാനും കൺസ്ട്രക്ഷനെ കുറിച്ചൊക്കെ റെഫറൻസസ് തന്നതിന് ശേഷം ഒരു അംഗത്തിന് ഒരു ആർച്ച് ഉള്ളിലൂടെയുള്ള ഒരു വഴി, അല്ലെങ്കിൽ ഒരു കമാനത്തിനുള്ളിലൂടെയുള്ള ഒരു വഴി പണിയുന്നതിനെ കുറിച്ച് പതുക്കെ ശ്രദ്ധ തിരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ബിൽ ഡബ്ല്യു. യഥാർത്ഥത്തിൽ ഈ കമാനം ഒന്ന് കംപ്ലീറ്റ് ആവുന്നത് 5-ാം പടിക്ക് ശേഷമാണെന്നാണ് പറയുക. അപ്പോൾ ഈ കമാനത്തിന് അനേകം സ്റ്റോണുകൾ ആവശ്യമുണ്ട്. അതിന് 12 പടികളുടെ സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ കമാനം പണിയുന്നത്. ആർച്ച് അല്ലെങ്കിൽ ഈ കമാനത്തെ പറ്റി പറയുന്ന ഭാഗം ബിഗ് ബുക്കിൽ 2 ഭാഗത്തായിട്ടാണ് കാണുന്നത്. ഒന്ന് ബിഗ് ബുക്കിൽ ഹൗ ഇറ്റ് വർക്ക്സ്, ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന പേജ് 62 നമുക്ക് കാണാം. മോചനത്തിലേക്ക് ഞങ്ങൾ നടന്നു നീങ്ങിയ വിജയകരമായ കവാടത്തിന്റെ മൂലക്കല്ല് അല്ലെങ്കിൽ കീ സ്റ്റോൺ എന്ന് പറയുന്നത് ഈ ആശയമായിരുന്നു. അവിടെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പോൾ വിജയകരമായ കവാടത്തിന്റെ അല്ലെങ്കിൽ ഫ്രീഡത്തിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നു നീങ്ങിയ കവാടത്തെക്കുറിച്ചാണ് അവിടെ പറയുക. അടുത്ത ഭാഗം പറയുന്നത് ഇൻടു ആക്ഷൻ, പ്രവൃത്തി പദത്തിലേക്ക് എന്ന് പറയുന്ന പേജ് നമ്പർ 75 ഈ കവാടത്തെ പറ്റി പറയുന്നത് നമ്മുടെ 5-ാം പടിയുടെ ഭാഗം പറയുമ്പോഴാണ്. മലയാളം ബുക്കിൽ 73-74 പേജിലാണ്. ഇംഗ്ലീഷ് ബുക്കിലെ പേജ് നമ്പർ 75. അതായത് വീട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ സൂക്ഷ്മമായി വിലയിരുത്തിക്കൊണ്ട് 1 മണിക്കൂർ നിശബ്ദമായിരിക്കുവാൻ കഴിയുന്ന ഒരു സ്ഥലം കണ്ടെത്തുന്നു. ഞങ്ങൾക്ക് അദ്ദേഹത്തെ കൂടുതൽ നന്നായിട്ട് അറിയുവാൻ കഴിയുന്നതിൽ ഹൃദയത്തിന്റെ അഗാധ തലങ്ങളിൽ നിന്ന് ദൈവത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ വലിപ്പിൽ നിന്ന് ഈ പുസ്തകം എടുത്തിട്ട്, അതായത് ബുക്ക് എടുത്തിട്ട് 12 പടികൾ ഉൾക്കൊള്ളുന്ന പേജ് ഞങ്ങൾ മറിച്ചെടുക്കുന്നു. ആദ്യത്തെ 5 പടികൾ ശ്രദ്ധയോടെ വായിച്ചിട്ട് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് ഞങ്ങളോട് തന്നെ ചോദിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവസാനം അതിലൂടെ സ്വതന്ത്രനായി നടക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരു കവാടം നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് ഈ ആർച്ചിനെ പറ്റി 2 ഭാഗത്ത് പറയുന്നത് നമ്മൾ കണ്ടു. ഈ ആർച്ച് പണിയുന്നതിനുള്ള 3 പ്രധാനപ്പെട്ട സ്റ്റോൺസ് ആണ് ഫൗണ്ടേഷൻ സ്റ്റോണും കോർണർ സ്റ്റോണും കീ സ്റ്റോണും. അപ്പോൾ ഫൗണ്ടേഷൻ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ അടിക്കല്ല്, കോർണർ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ മൂലക്കല്ല്, കീ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ആണിക്കല്ല്. ഈ 3 സ്റ്റോണുകളിലൂടെയാണ് നമ്മൾ ഒരു ആർച്ചിനെ ബലപ്പെടുത്തുന്നത്. എന്താണ് ഈ അടിക്കല്ല്? എന്താണ് ഈ ഫൗണ്ടേഷൻ സ്റ്റോൺ? ഫൗണ്ടേഷൻ സ്റ്റോൺ എന്ന് പറയുന്നത് സ്റ്റെപ്പ് 1 ആണ്, 1-ാം പടിയാണ്. അതായത് മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനെന്ന് ഞങ്ങൾ സമ്മതിച്ചു, ഞങ്ങളുടെ ജീവിതം അനിയന്ത്രിതമായി പോയി. അപ്പോൾ മദ്യത്തിന് മുന്നിൽ ശക്തിഹീനനെന്ന് ഷിബു സമ്മതിച്ചു, ഷിബുവിൻ്റെ ജീവിതം അനിയന്ത്രിതമായി പോയി. ഈ സമ്മതിക്കലിലൂടെയാണ് ഞാൻ ഫൗണ്ടേഷൻ സ്റ്റോൺ പണിയുവാനായിട്ട് തുടങ്ങുന്നത്. നമുക്കറിയാം, 1-ാം പടി ഒരാൾ സമ്മതിക്കുന്നത് അങ്ങേയറ്റം നിരാശാപൂർണമായ ഒരു ജീവിതം നയിച്ച് കുടിമൂലം കഷ്ടപ്പെട്ട് ആൽക്കോളിക്സ് അനോണിമസിൻ്റെ ഉള്ളിലെത്തുന്ന ഒരാളാണ് 1-ാം പടി സമ്മതിക്കുക. മറ്റ് പല ആശയങ്ങളിലൂടെ എയിൽ വരുന്നവർ പലപ്പോഴും, ഉദാഹരണം പറയുകയാണെങ്കിൽ, ഭാര്യ തിരിച്ചു വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ആൽക്കോളിക്സ് അനോണിമസിൽ വരുന്ന ഒരു അംഗം ഭാര്യ തിരിച്ചു വരുമ്പോൾ പോയി കുടിക്കുന്നതും, പിന്നീട് ഒരു ജോലി കിട്ടുന്നതിന് വേണ്ടി എയിൽ വരുന്ന അംഗം ജോലി കിട്ടിക്കഴിയുമ്പോൾ പോയി കുടിക്കുന്നതും, അങ്ങനെ സാമ്പത്തികമായ ഉന്നമനം ആകാൻ വേണ്ടി വരുന്നവർ അങ്ങനെ ആയി കഴിയുമ്പോൾ വീണ്ടും പോയി കുടിക്കുന്നതൊക്കെ ആൽക്കോളിക്സ് അനോണിമസിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. കാരണം
അവരുടെ ലക്ഷ്യം അല്ലെങ്കിൽ ആരായാലും ആൽക്കഹോളിക് അനോണിമസിൽ വരുന്ന ഒരു അംഗത്തിൻ്റെ ലക്ഷ്യം ഈ പറയുന്ന സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഈ കവാടത്തിലൂടെ കടക്കുകയല്ല എങ്കിൽ മറ്റ് ലക്ഷ്യങ്ങളിലൂടെ കടന്നതിന് ശേഷം അവർ ജീവിതത്തിൽ വീണ്ടും സ്ലിപ്പാകുകയോ റിലാപ്സ് ആവുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ നിരാശയിലാണ്ട ഒരു അമിത മദ്യാസക്ത രോഗിയോട് ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നതാണ് ഒന്നാം പടി അംഗീകരിക്കാൻ. അതിന് വേണ്ടത് വില്ലിങ്നെസ് ആണ്. വില്ലിങ്നെസ് എന്ന് പറയുന്നത് സന്നദ്ധതയാണ്, അല്ലെങ്കിൽ നല്ലൊരു മനസ്സാണ്, അല്ലെങ്കിൽ സസന്തോഷം ആരുടെയും നിർബന്ധം കൂടാതെ ചെയ്യുന്ന ഒരു പരിപാടിക്കാണ് നമ്മൾ വില്ലിങ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു അംഗത്തിന് പറയുന്നതാണ് ഒന്നാം പടി അംഗീകരിക്കാനായിട്ട് നിനക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഷിബുവിന് വേണ്ടത് ഒരു ഒരുക്കമാണ്, ഒരു സന്നദ്ധതയാണ്, ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരാശയം മനസ്സിലേക്ക് സ്വീകരിക്കേണ്ടതാണ്. ബിൽ ഡബ്ല്യു ബില്ലിൻ്റെ കഥയിൽ പേജ് നമ്പർ 11 പറയുന്ന ഒരു ഭാഗമുണ്ട്. ബിൽ ഡബ്ല്യുവിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ സഹപാഠിയായിരുന്ന എബി താച്ചർ എത്തുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പറയുന്നതാണ്. പക്ഷേ എൻ്റെ സുഹൃത്തിന് തൻ്റെ കാര്യത്തിൽ ചെയ്യാൻ കഴിയാതിരുന്നത് അവന് വേണ്ടി ദൈവം ചെയ്തു കൊടുത്തു എന്ന് പച്ചയായി പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ എൻ്റെ മുമ്പിലിരുന്നു. അവൻ്റെ മാനുഷികമായ മനഃശക്തി പരാജയപ്പെട്ടു. ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്തവനെന്ന് അവനെ ഡോക്ടർമാർ വിധിയെഴുതി. സമൂഹം അവനെ തടവിലാക്കുന്ന വക്കോളം എത്തി. എന്നെപ്പോലെ തന്നെ അവൻ പരിപൂർണ പരാജയം ഏറ്റവും സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൻ ഫലത്തിൽ മരണത്തിൽ നിന്ന് ഉയർത്തപ്പെട്ടിരുന്നു. അവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ജീവിതത്തിലേക്ക് ചവറ്റുകൂമ്പാരത്തിൽ നിന്ന് പെട്ടെന്ന് വലിച്ച് ഉയർത്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ നമുക്കറിയാം പ്രധാനപ്പെട്ട ഒരാളാണ് എബി താച്ചർ. കാരണം എബി താച്ചർ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ കണ്ടെത്തുന്നത് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് അംഗമായ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ റോളണ്ട് ഹസാർഡാണ് എബി താച്ചറിന് ഈ സന്ദേശം കൊടുക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ചരിത്രം വായിച്ചപ്പോൾ ചരിത്രത്തിൽ നമ്മൾ സംസാരിച്ചതാണ്. അപ്പോൾ ഈ റോളണ്ട് ഹസാർഡ് എബിയുടെ അടുത്ത് എത്തുമ്പോൾ എബിയുടെ ഡോക്ടർമാർ എബിയുടെ ചികിത്സ ഫലിക്കുന്നില്ല എന്ന് നിരാശ പൂണ്ടവരാണ്. അതുപോലെ തന്നെ എബി അന്ന് ജയിലിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ജഡ്ജിയുടെ അനുവാദത്തോടു കൂടിയാണ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ എബിയെ എത്തിക്കുന്നത്. അപ്പോൾ ഇത്രമാത്രം പരാജയപ്പെട്ട ഒരംഗം, അല്ലെങ്കിൽ ഒരു എബി എന്ന് പറയുന്ന അംഗമാണ് ബിൽ ഡബ്ല്യുവിന് ഈ പറയുന്ന ലൈഫ് സേവിങ് എന്നാണ് പറയുന്നത്, ജീവൻ രക്ഷിക്കുന്ന ഈ ഒരു തത്വം പറഞ്ഞു കൊടുക്കാനായിട്ട് ബിൽ ഡബ്ല്യുവിൻ്റെ വീട്ടിലെത്തുന്നുണ്ട്. അതാണ് ബില്ലിൻ്റെ കഥയിൽ പേജ് നമ്പർ 11 നമ്മൾ വായിച്ചു കേട്ടത്. അപ്പോൾ ഒരാൾ പരിപൂർണ പരാജയം സമ്മതിക്കുക, അതാണ് നമ്മുടെ ഒന്നാം പടിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഫൗണ്ടേഷൻ സ്റ്റോണിൻ്റെ ബേസിക്. അത് മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഈ ഫൗണ്ടേഷൻ പണിയാനായിട്ട്, അല്ലെങ്കിൽ കവാടത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കവാടത്തിൻ്റെ ഫൗണ്ടേഷൻ പണിയാനായിട്ട് എളുപ്പമുണ്ട്. അപ്പോൾ ഒരു പരിഹാരമുണ്ട് എന്ന് പറയുന്ന പേജ് നമ്പർ 24 പറയുന്നുണ്ട്. ഒരു പരിഹാരമുണ്ട്. ഈ പരിഹാര മാർഗത്തിൻ്റെ വിജയകരമായ പൂർത്തീകരണത്തിനാവശ്യമായ ആത്മപരിശോധന, അമിതമായ അഭിമാനബോധം, സംതുലിതമാക്കുക, പോരായ്മകളെ ഏറ്റുപറയുക എന്നിവ തങ്ങളിൽ ആർക്കും തന്നെ ഇഷ്ടമായിരുന്നില്ല. എന്നാൽ മറ്റുള്ളവരിൽ ഇവ ഫലമണിയുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങൾ ജീവിച്ചിരുന്ന തരത്തിലുള്ള ജീവിതത്തിൻ്റെ പ്രത്യാശയില്ലായ്മയും നിരർത്ഥകതയും ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ ഇടവന്നു. അതുകൊണ്ട് തന്നെ മദ്യപാനാസക്തി എന്ന പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയവർ ഞങ്ങളെ സമീപിച്ചപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ അവർ നിരത്തിയ ആത്മീയ ഉപകരണങ്ങൾ സ്വീകരിക്കുകയല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് ചെയ്യാനുണ്ടായിരുന്നില്ല. ഇവ ഞങ്ങൾക്ക് സ്വർഗീയ അനുഭൂതി നൽകി. ഞങ്ങൾ ഒരിക്കലും സ്വപ്നം കാണാൻ പോലും കഴിയാതിരുന്ന ഒരു പുതിയ ജീവിതത്തിലേക്ക് ഞങ്ങളെ ദ്രുതഗതിയിൽ എത്തിച്ചു. ഞങ്ങളെ പറ്റിയുള്ള വലിയൊരു സത്യം ഇതാണ്. അപ്പോൾ ഫൗണ്ടേഷൻ സ്റ്റോണിൻ്റെ അല്ലെങ്കിൽ അടിക്കല്ലിൻ്റെ ഈ മനസ്സിലാക്കലുകൾ, അല്ലെങ്കിൽ ഒന്നാം പടിയെ പറ്റിയുള്ള മനസ്സിലാക്കലുകളിൽ പറയുമ്പോൾ ഒന്നും കുറവ് ചെയ്യാനില്ലാത്ത വലിയൊരു സത്യം, ഞങ്ങൾക്ക് ആഴമേറിയതും ഫലപ്രദമായ ആത്മീയ അനുഭവങ്ങൾ ഉണ്ടായി. ജീവിതത്തോടും സഹജീവികളോടും ഈശ്വര സൃഷ്ടിയായ പ്രപഞ്ചത്തോടുമുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട് വിപ്ലവാത്മകമായ രീതിയിൽ അത് മാറ്റിമറിച്ചു. അത്ഭുതകരമായ രീതിയിൽ ഞങ്ങളുടെ ഹൃദയത്തിലും ജീവിതത്തിലും സൃഷ്ടാവായ ദൈവം കടന്നു വന്നതെന്ന പരിപൂർണ ബോധ്യമാണ് ഞങ്ങളുടെ ഇന്നത്തെ ജീവിതത്തിലെ ഏറ്റവും കാതലായ സത്യം. ഒരു കാലത്ത് ഞങ്ങൾക്ക് തനിയെ നേടിയെടുക്കാൻ കഴിയാവുന്ന കാര്യങ്ങൾ ദൈവം സാധിച്ചു തരാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഫ്രീഡം, അത് ആർച്ച് ഓഫ് ഫ്രീഡം അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഈ കവാടത്തിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോണിൽ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ഈ ദൈവ സങ്കല്പത്തിലൂടെയാണ് എനിക്ക് മോചനം നേടാൻ സാധിച്ചത്.
അത് എൻ്റെ ജീവിതത്തെ വലിയധികം മാറ്റിമറിച്ചു എന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഒന്നാം പടി അല്ലെങ്കിൽ ഫൗണ്ടേഷൻ സ്റ്റോണിൻ്റെ മെയിൻ തീം ഇതാണ്, വില്ലിങ്നെസ് ത്രൂ ഡിസ്പയർ. അതായത് നിരാശയിൽ നിന്നുണ്ടായ സന്നദ്ധതയാണ് നമുക്ക് സ്റ്റെപ്പ് 1 അംഗീകരിക്കാൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പ് 2 അല്ലെങ്കിൽ കോർണർ സ്റ്റോൺ, നമുക്കറിയാം അതിന് മലയാളത്തിൽ മൂലക്കല്ല് എന്ന് പറയുന്നതാണ്. അതിൻ്റെ ബിലീഫ് ത്രൂ ഹോപ്പാണ്. അതായത് പ്രതീക്ഷയിലൂടെ കടന്നു വരുന്ന വിശ്വാസം. വി അഗ്നോസ്റ്റിക്സ് എന്ന അല്ലെങ്കിൽ മലയാളത്തിൽ അത് എഴുതിയിരിക്കുന്നത് ഞങ്ങൾ നിരീശ്വരവാദികളായ ഞങ്ങൾ എന്നാണ്. അതിനകത്ത് പേജ് നമ്പർ 47, മലയാളം ബുക്കിൽ പേജ് നമ്പർ 46 ഇങ്ങനെ പറയുന്നുണ്ട്: ഞങ്ങൾക്ക് ഞങ്ങളോട് തന്നെ ഒരേ ഒരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെക്കാളും മഹത്തായ ഒരു ശക്തിയിൽ ഞാനിപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ അഥവാ വിശ്വസിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? താൻ ദൃഢമായി വിശ്വസിക്കുന്നുണ്ട് അഥവാ വിശ്വസിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ഒരാൾക്ക് പറയാൻ കഴിയുമ്പോൾ അയാൾ ശരിയായ പാതയിലാണ് എന്ന ശക്തമായ ഉറപ്പ് ഞങ്ങൾ അയാൾക്ക് നൽകുന്നു. ഞങ്ങളുടെ അനുഭവത്തിൽ ആവർത്തിച്ച് തെളിയിക്കപ്പെട്ടുള്ള ഒരു കാര്യമുണ്ട്: ഈ ലളിതമായ മൂലക്കല്ലിൽ നിന്ന് ഞങ്ങളെക്കാൾ വലിയൊരു ശക്തിയിലുള്ള വിശ്വാസത്തിൽ നിന്ന് അത്ഭുതകരമായ തോതിൽ ശക്തിയുള്ള ഒരു ആത്മീയ ഘടന നിർമ്മിച്ചെടുക്കാം. നമുക്കറിയാം, അവിടെ നമ്മൾ മൂലക്കല്ല് കാണുന്നുണ്ട്, കോർണർ സ്റ്റോൺ എന്ന് പറയുന്ന വാക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കേണ്ട കാര്യമുള്ളൂ: എന്നെക്കാളും മഹത്തായ ഒരു ശക്തിയിൽ ഞാനെപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ അഥവാ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാണ് സ്റ്റെപ്പ് 2. അപ്പോൾ വീണ്ടും നമ്മൾ പേജ് നമ്പർ 52 ഇതേ ചോദ്യം തന്നെ നമ്മളോട് ചോദിക്കുന്നുണ്ട്: സ്വയം അടിച്ചേൽപ്പിച്ച കുഴപ്പങ്ങൾ അടിച്ചമർത്തപ്പെട്ടുകൊണ്ട് ഞങ്ങൾ അമിത മദ്യപാന രോഗികളായി തീർന്നപ്പോൾ ഞങ്ങൾക്ക് നീട്ടിവെക്കാനോ മാറ്റിവെക്കാനോ പറ്റുമായിരുന്നില്ല. ഒന്നുകിൽ ദൈവം എല്ലാമാണ് അല്ലെങ്കിൽ ഒന്നുമല്ല എന്ന നിർദ്ദേശത്തെ നിർഭയം ഞങ്ങൾക്ക് നേരിടേണ്ടതുണ്ടായിരുന്നു. ഒന്നുകിൽ ദൈവമുണ്ട് അല്ലെങ്കിൽ ഇല്ല. ഞങ്ങൾക്ക് തിരഞ്ഞെടുക്കാനുണ്ടായിരുന്ന മാർഗം ഇതായിരുന്നു. മലയാളം ബിഗ് ബുക്കിലെ പേജ് നമ്പർ 55 ഇത് നമ്മുടെ കോർണർ സ്റ്റോറിനെ പറ്റി പറയുമ്പോൾ അതിനെപ്പറ്റി ഒരു കഥ പറയുന്നുണ്ട്. അതിങ്ങനെയാണ്: ഈ പുസ്തകത്തിൽ താനൊരു നിരീശ്വരവാദിയാണെന്ന് കരുതിയിരുന്ന ഒരു മനുഷ്യൻ്റെ കഥ നിങ്ങൾ വായിക്കുക. അയാളുടെ കഥ അത്രയേറെ രസകരമാണതുകൊണ്ട് ഇവയിൽ ചിലത് ഇപ്പോൾ തന്നെ പറയേണ്ടതായിട്ടുണ്ട്. അയാളുടെ മനംമാറ്റം നാടകീയമായതും ആർക്കും ബോധ്യപ്പെടുന്ന തരത്തിലുള്ളതും ആരെയും സ്പർശിക്കുന്നതുമുള്ളവയായി. നമ്മുടെ സുഹൃത്ത് ഒരു പുരോഹിതന്റെ മകനായിരുന്നു. നമുക്കറിയാമത്തെ ഫിറ്റ്സമ്മിനെ കുറിച്ചാണ് പറയുന്നത്. ദ സദേൺ ഫ്രണ്ട് എന്ന് പറയുന്ന വ്യക്തികഥയിൽ അദ്ദേഹത്തിന്റെ കഥ പറയുന്നുണ്ട്. ഫിറ്റ്സം ആകട്ടെ പള്ളി ക്ലാസ്സുകളിൽ സ്ഥിരമായിട്ട് പങ്കെടുത്തിരുന്ന, അവിടെ അയാൾ ആവശ്യത്തിലധികമായി പഠനമെന്ന് താൻ കരുതിയ കാര്യത്തിൽ എതിർപ്പുള്ളവനായി തീരുകയും ചെയ്തു. അതിനുശേഷം വർഷങ്ങളോളം അയാൾ കുഴപ്പങ്ങളിലാവുകയും വ്യർത്ഥതാബോധത്തിൻ്റെയും പിടിയിലമർന്നു. ബിസിനസ് പരാജയം, വെളിവില്ലായ്മ, മാരക രോഗം, ആത്മഹത്യ, അടുത്ത ബന്ധുക്കൾക്കുണ്ടായ ഈ വക ദുരിതങ്ങൾ അയാളെ ഉഗ്ര രോഷാകുലനും വിഷാദമഗ്നമാക്കി. ലോകമകായത്വാനന്തര മോഹമഹം, നാൾക്കുനാൾ ഗൗരവമായ അമിത മദ്യപാനാസക്തി, ഭീഷണമായ മാനസിക ശാരീരിക നാശം, ഇവയെല്ലാം ചേർന്ന് അയാളെ സ്വയം നാശത്തിന്റെ വക്കോളം എത്തിച്ചു. അയാൾ അവലംബിയായി ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഒരു രാത്രിയിൽ ഒരു ആത്മീയമായ അനുഭവത്തിനുടമയായ ഒരു അമിത മദ്യപാനി അയാളെ തേടിയെത്തി. ഒരു ദൈവമുണ്ടെങ്കിൽ അവൻ എനിക്ക് വേണ്ടി തീർച്ചയായും ഒന്നും ചെയ്തിട്ടില്ല എന്ന് അയാൾ ആക്രോശിച്ചു. പക്ഷെ പിന്നീട് തൻ്റെ മുറിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അയാൾ തന്നോട് തന്നെ ഒരു ചോദ്യം ചോദിച്ചു: ഞാൻ അറിഞ്ഞിട്ടുള്ള എല്ലാ മതാചാര്യന്മാരും തെറ്റുപറ്റിയവരാവുക എന്നത് സാധ്യമാണോ? ഉത്തരത്തിനു വേണ്ടി തിരയുമ്പോൾ താൻ നരകത്തിലാണ് ജീവിച്ചിരുന്നതെന്ന് അയാൾക്ക് തോന്നി. ആ നിമിഷം ഒരു കൊള്ളിയാൻ പോലെ ഒരു മഹത്തായ ചിന്ത അയാളിലേക്ക് വന്നു. സർവ്വവ്യാപിയായ നിന്ന് അതിരമ്പി: ദൈവമല്ല എന്ന് പറയാൻ നീ ആരാണ്? തൻ്റെ കിടക്കയിൽ നിന്നിറങ്ങി മുട്ടുകുത്തി നിന്ന് എന്ന് ആ മനുഷ്യൻ അനുസ്മരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾക്കകം ദൈവ സാന്നിധ്യത്തിൻ്റെ ദൃഢവിശ്വാസത്തിൽ അയാൾ മതിമറന്നു. അയാളൊരു വെള്ളപ്പൊക്കത്തിലെ ഓളത്തിൻ്റെ സുനിശ്ചിതത്വത്തോടും രാജകീയതയോടും കൂടി അതൊഴുകി. വർഷങ്ങളിലൂടെ അയാൾ കെട്ടിപ്പടുത്തിട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾ അതിൽ ഒലിച്ചുപോയി. അയാൾ അനന്തമായ ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സാന്നിധ്യത്തിലെത്തിയിരിക്കുന്നു. അയാൾ കടലിൽ നിന്ന് തീരത്തെത്തി. തൻ്റെ സൃഷ്ടാവിൻ്റെ ബോധപൂർവമായ ചങ്ങാത്തത്തിൽ ജീവിതത്തിൽ ആദ്യമായി അയാൾ ജീവിച്ചു. അങ്ങനെയാണ് നമ്മുടെ സുഹൃത്തിൻ്റെ മൂലക്കല്ല് യഥാസ്ഥാനത്ത് ഉറപ്പിച്ചത്. നമുക്കറിയാം, ഇവിടെ നമ്മൾ മൂലക്കല്ല് എന്ന് പറയുന്ന വാക്ക് കാണുന്നുണ്ട്. പിന്നീടുണ്ടായ ഭാഗ്യവ്യാപാരങ്ങൾ അതിനെ ചലിപ്പിച്ചിട്ടില്ല. അയാളുടെ കുടിപ്രശ്നം എടുത്തു മാറ്റപ്പെട്ടു. വർഷങ്ങൾക്ക് മുമ്പുള്ള ആ രാത്രിയിൽ അമിത മദ്യാസക്തി അപ്രത്യക്ഷമായി. കുടിക്കാൻ പ്രചോദനം തോന്നിയ അല്പം ചില നിമിഷങ്ങൾ ഒഴിവാക്കിയാൽ കുടിക്കണമെന്ന ചിന്ത ഒരിക്കലും അയാൾക്കുണ്ടായില്ല. അത്തരം ഘട്ടങ്ങളിൽ ഒരു വലിയ ശക്തി അയാളിൽ ഉയർന്നു വന്നു.
പ്രകടമായും അയാൾക്ക് വേണമെന്ന് വെച്ചാൽ തന്നെ കുടിക്കാൻ കഴിയുമായിരുന്നില്ല. ദൈവം അയാളുടെ സ്വബോധം അയാൾക്ക് തിരിച്ച് നൽകിയിട്ടുണ്ടായിരുന്നു. രോഗശമനത്തിന്റെ ഒരു അത്ഭുതമല്ലെങ്കിൽ ഇത് മറ്റെന്താണ്? സാഹചര്യങ്ങളെ അയാളെ വിശ്വസിക്കുക എന്നത് ആഗ്രഹിക്കുന്നവനാക്കി അയാൾ വിനയാന്യതനായി അയാളെ തന്നെ തൻ്റെ സൃഷ്ടാവിന് സമർപ്പിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, അപ്രകാരം തന്നെ ഞങ്ങളെ എല്ലാവരെയും ഞങ്ങളുടെ ശരിയായ മനസ്സുകളിലേക്ക് ദൈവം പുനഃപ്രവേശിപ്പിച്ചു. മുമ്പ് പറഞ്ഞ മനുഷ്യന് ആ പ്രത്യക്ഷപ്പെടൽ വളരെ പെട്ടെന്നായിരുന്നു. ഞങ്ങളിൽ ചിലർ അതിലേക്ക് വളരുന്നത് വളരെ സാവധാനത്തിലാണ്. പക്ഷേ ദൈവത്തെ സത്യസന്ധമായി തേടിയിട്ടുള്ള എല്ലാവരുടെ അടുത്തേക്കും അദ്ദേഹം വന്നിട്ടുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തോട് കൂടുതൽ അടുത്തപ്പോൾ അദ്ദേഹം സ്വയം ഞങ്ങൾക്ക് പ്രത്യക്ഷനായി. അപ്പോൾ ഫിറ്റ്സമിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് അവർ സദേൺ ഫ്രണ്ട് എന്ന് പറയുന്ന വ്യക്തിഗത കഥ പേജ് നമ്പർ 226 ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഇംഗ്ലീഷ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പുരോഹിതൻ്റെ മകനായിട്ട് പോലും തൻ്റെ വിശ്വാസം നഷ്ടപ്പെടുകയും പിന്നീട് വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നു എന്നുമാണ് പേജ് നമ്പർ 55, 56 കൊടുത്തിരിക്കുന്ന ഈ കഥ നമ്മളെ ബോധ്യപ്പെടുന്നത്. ഇവിടെയാണ് കോർണർ സ്റ്റോൺ ഉറപ്പിച്ചത്. അപ്പോൾ അടുത്തത് കീ സ്റ്റോൺ ആണ്, ആണിക്കൽ. ഇതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് ഡയറക്ഷൻ ത്രൂ ഡിസിഷൻ ആണ്. നിർദ്ദേശങ്ങളിൽ നിന്ന് ഉള്ള തീരുമാനം, നിർദ്ദേശങ്ങളിലൂടെയുള്ള തീരുമാനം. അപ്പോൾ നമ്മുടെ കീ സ്റ്റോൺ ആണിക്കല്ല്, അത് പേജ് നമ്പർ 61 ഞാൻ ആദ്യമേ വായിച്ചാണ്, എന്നാലും ഒന്നുകൂടി വായിക്കാം. ഇങ്ങനെ ആവുന്നതിൻ്റെ മുഖ്യ കാരണങ്ങൾ ഇതാണ്. ഒന്നാമതായി ദൈവം കളിക്കുന്ന ഏർപ്പാട് ഞങ്ങൾക്ക് ഉപേക്ഷിക്കുന്നുണ്ടായിരുന്നു. ദൈവത്തെ കളിപ്പിക്കുന്ന ഏർപ്പാടല്ല, ദൈവം കളിക്കുന്ന ഏർപ്പാട് നമ്മൾക്ക് ഉപേക്ഷിക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നും നടന്നിരുന്നില്ല. അടുത്തതായി ഇനി അങ്ങോട്ട് ഈ ജീവിത നാടകത്തിൽ ഞങ്ങളുടെ ഡയറക്ടർ ദൈവമായിരിക്കുമെന്ന് ഞങ്ങൾ തീരുമാനമെടുത്തു. അദ്ദേഹമാണ് മുതലാളി, ഞങ്ങൾ വെറും ഏജന്റുമാർ മാത്രം. അദ്ദേഹമാണ് പിതാവ്, ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മക്കളും. മിക്ക നല്ല ആശയങ്ങളും ലളിതമാണ്. മോചനത്തിലേക്ക് ഞങ്ങൾ നടന്നു നീങ്ങിയ വിജയകരമായ കവാടത്തിൻ്റെ മൂലക്കല്ല് ഈ ആശയമായിരുന്നു. അടുത്തത് നമ്മൾക്ക് എന്താണ് ഈ പാത്ത്, അല്ലെങ്കിൽ ഏതാണ് ഈ പാത? ഫ്രീഡം ത്രൂ ആക്ഷൻ, അതായത് പ്രവൃത്തിയിലൂടെ കിട്ടുന്ന സ്വാതന്ത്ര്യം. അത് സ്റ്റെപ്പ് 4 to 9 ആണ്. അതായത് പടി 4 മുതൽ 9 വരെ നമ്മൾ ശ്രദ്ധയോടെ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. നമുക്കറിയാം, പേജ് നമ്പർ 74 നമ്മൾ ആദ്യം വായിച്ചു. എന്തുകൊണ്ടെന്നാൽ ആദ്യത്തെ 5 പടികൾ ശ്രദ്ധയോടെ വായിച്ചിട്ട് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് ഞങ്ങളോട് ചോദിച്ചു. എന്തുകൊണ്ടെന്നാൽ അവസാനം അതിലൂടെ സ്വതന്ത്രനായി നടക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരു കവാടം നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഞങ്ങളുടെ ശ്രമം ഉറപ്പായിരുന്നതായിരുന്നോ? കല്ലുകൾ യഥാർത്ഥ സ്ഥാനത്ത് തന്നെയാണോ? അടിത്തറയിൽ ഇടേണ്ടിരുന്ന സിമെന്റിന്റെ കാര്യത്തിൽ ഞങ്ങൾ ലുപ്ത് കാട്ടിയിട്ടുണ്ടോ? ചരല് കൂടാതെ കുമ്മായക്കൂട്ടുകൾ ഉണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് തൃപ്തി വരുമാറ് ഉത്തരം പറയാൻ കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ 6ാമത്തെ പടിയിലേക്ക് നോക്കുന്നു. അപ്പോൾ 4 മുതൽ 9 വരെയുള്ള പടികളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് ഈ പാത കിട്ടുന്നത്. ഇപ്പോൾ സ്റ്റെപ്പ് 1 അല്ലെങ്കിൽ 1ാം പടി എന്ന് പറയുന്നത് സന്നദ്ധതയും, സ്റ്റെപ്പ് 2 2ാം പടി എന്ന് പറയുന്നത് ബിലീഫ്, കോർണർ സ്റ്റോൺ ഓഫ് റിക്കവറി, അതായത് റിക്കവറിയുടെ മൂലക്കല്ല് എന്ന് പറയുന്നത് സ്റ്റെപ്പ് 2 ആണ്. സ്റ്റെപ്പ് 3 ആണ് ഡിസിഷൻ, അല്ലെങ്കിൽ ഞാൻ ഇനി ദൈവം കളിക്കുന്നത്, അത് സ്റ്റോപ്പ് പ്ലേയിങ് ഗോഡ് എന്നാണ്. സ്റ്റോപ്പ് പ്ലേയിങ് ഗോഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവം കളിക്കുന്നത് നിർത്തി എന്നാണ്. അപ്പോൾ സ്റ്റെപ്പ് 3 ആണ് കീ സ്റ്റോൺ ഓഫ് റിക്കവറി. ഇപ്പോൾ റിക്കവറിയുടെ ഒരു കീ സ്റ്റോൺ എന്ന് പറയുന്നത് സ്റ്റെപ്പ് 3 ആണ്. അപ്പോൾ സ്റ്റെപ്പ് 1 ഫൗണ്ടേഷനായിട്ട് നമ്മൾ ഈ ആർച്ചിന് വേണ്ടി നിർമ്മിക്കണം. സ്റ്റെപ്പ് 2 എൻ്റെ വിശ്വാസത്തിലേക്ക് ഞാൻ കടന്നു വരണം. സ്റ്റെപ്പ് 3 ഞാൻ ഒരു തീരുമാനമെടുക്കണം, ഞാൻ ഇനി ദൈവം കളിക്കുകയില്ല. പിന്നെ ബാക്കിയുള്ള എല്ലാ 4, 5, 6, 7, 8, 9, 10, 11, 12 പടികൾ എന്ന് പറയുന്നത് ഈ ആർച്ചിൻ്റെ മറ്റ് ബ്രിക്സുകളാണ്. അപ്പോൾ സ്റ്റെപ്പ് 12 നമുക്കറിയാം, ഹെൽപ്പിംഗ് അതേഴ്സ് ആണ് ഫൗണ്ടേഷൻ സ്റ്റോൺ ഓഫ് റിക്കവറി. അതും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. അപ്പോൾ ഈ കവാടം നിർമ്മിക്കുന്നതിന് മുമ്പ് നമ്മളോട് തന്നെ ഒരു പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അത് ദൈവമേ, എന്നെക്കുറിച്ചും അല്ലെങ്കിൽ എൻ്റെ രോഗത്തെക്കുറിച്ചും അല്ലെങ്കിൽ ഈ പടികളെക്കുറിച്ചും അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ബിഗ് ബുക്കിനെ കുറിച്ചും എൻ്റെ സുബോധത്തെക്കുറിച്ചും അല്ലെങ്കിൽ നിന്നെക്കുറിച്ചുള്ള എൻ്റെ പഴയ അറിവുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു പുതിയ തുറന്ന ഹൃദയത്തോടുകൂടി നിന്നെ സമീപിക്കുവാനും ഈ പുതിയ അനുഭവങ്ങളിലൂടെ സത്യത്തെ തിരിച്ചറിയാനും അല്ലെങ്കിൽ കണ്ടുപിടിക്കാനും എന്നെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടു കൂടിയാണ് നമ്മൾ ഈ കവാടം നിർമ്മിക്കാൻ തുടങ്ങുക.
ഇനി ഞാൻ എങ്ങനെയാണ് ഈ ഫൗണ്ടേഷൻ സ്റ്റോൺ കണ്ടെത്തിയത്, അല്ലെങ്കിൽ ഈ അടിത്തറ എങ്ങനെയാണ് നിർമ്മിച്ചത്? ഞാൻ ഒരിക്കലും മദ്യപിക്കരുതെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫാദർ ഭയങ്കര കുടിക്കുന്നത് കൊണ്ട് വളരെയധികം ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടായ ആളാണ്. പ്രത്യേകിച്ച് എൻ്റെ വീട്ടിൽ നന്നായി പഠിക്കാനോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്കൊക്കെ ഒരു ശല്യമായി മാറിക്കൊണ്ടിരുന്ന ഒരു സംഗതിയായിരുന്നു ഈ അപ്പൻ്റെ മദ്യാസക്തി. അപ്പോൾ പക്ഷെ ഞാൻ കുടിച്ചു തുടങ്ങിയപ്പോൾ അപ്പനേക്കാളും മോശം രീതിയിൽ കുടിക്കാനും, ഞാൻ ഡോക്ടർ സിൽക്വർത്ത് പറയുന്നത് പോലെ അവസാന കാലഘട്ടങ്ങളിൽ ഒരു തുള്ളി മദ്യം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് മദ്യം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിൽ ഒരു അലർജി രൂപപ്പെടുന്ന തരത്തിൽ ഈ മദ്യപാനം എൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും വീണ്ടും കുടിക്കണം എന്നുള്ളൊരു ആഗ്രഹം വരുന്നത് പോലെ ആയിത്തീർന്നു. അവസാന കാലങ്ങളിൽ മദ്യമായിരുന്നു എൻ്റെ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ പരിഹാര മാർഗം. എന്ത് പ്രശ്നം ഉണ്ടായാലും ഓടി മദ്യം കഴിക്കുന്ന ഒരവസ്ഥയിൽ ഞാൻ എത്തിച്ചേർന്നു. ഇതൊരു സ്മോൾ സയൻസ് ആണ്. എന്തുകൊണ്ടാണ് എനിക്ക് എൻ്റെ ശരീരം അങ്ങനെ ആയിത്തീർന്നത്? ഞാൻ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ഒരാളായതുകൊണ്ട്. പലപ്പോഴും എൻ്റെ അപ്പൻ്റെ കുടി കൊണ്ടാണ് അല്ലെങ്കിൽ എൻ്റെ അപ്പൻ്റെ കുടി കൊണ്ടാണെന്നൊക്കെ പാരമ്പര്യങ്ങളെ പറ്റിയൊക്കെ പറയാറുണ്ടെങ്കിലും ആൽക്കഹോളിക്സ് അനോണിമസ് എന്നോട് പറഞ്ഞു തന്നത്, ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് എൻ്റെ ശരീരത്തിൻ്റെ ഘടന ഈ മദ്യവുമായിട്ട് ചേർന്ന് പോകാത്തതാണ്. കാരണം ഒരു തുള്ളി മദ്യം അകത്ത് ചെന്നാൽ എനിക്ക് ഈ ക്രേവിങ് ഉണ്ടാവുകയും എൻ്റെ ഈ മെൻ്റൽ ഒബ്സഷൻ വീണ്ടും വരികയും ചെയ്യും. അങ്ങേയറ്റം കയ്പ് നിറഞ്ഞ അല്ലെങ്കിൽ ഒരാൾ പോലും ജീവിതത്തിൽ കുടിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ടേസ്റ്റുള്ള അതാണ് മദ്യം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ മണവും അതിൻ്റെ രുചിയും വളരെ ശരീരത്തിന് തന്നെ അല്ലെങ്കിൽ നാവിന് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. എങ്കിലും ഞാനത് കുടിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണത്? അപ്പോൾ ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരാളുടെ തലച്ചോറിലും ശരീരത്തിലും മദ്യം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടത് ഒരു അമിത മദ്യാസക്തന്റെ കടമയാണ്. മദ്യം കുടിക്കുമ്പോൾ നമുക്കറിയാം, ഒരു ചവർപ്പും ഒരു പൊള്ളലും പോലെയുള്ള ഒരു അനുഭവമാണ് നമുക്ക് ഉണ്ടാകുന്നത്. നമ്മുടെ വായിൽ ഈ മദ്യം ഒഴിക്കുമ്പോൾ അതിൻ്റെ ചൂട് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ വായിലുള്ള ഒരു സബ് ടൈപ്പിന്റെ പേരാണ് വാനിലോയിഡ് റെക്ടാപ്റ്റർ. അപ്പോൾ 42 ഡിഗ്രി സെൽഷ്യസ് ആണ് അതിൻ്റെ മാക്സിമം വഹിക്കാവുന്ന ചൂട്. പക്ഷെ മദ്യം അകത്ത് ചെല്ലുമ്പോൾ അത് 34 ഡിഗ്രി ആയിട്ട് കുറയും. നമുക്കറിയാവുന്ന പോലെ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ 34 ഡിഗ്രി ആകുന്നതോടുകൂടിയാണ് നമുക്ക് ഒരു പൊള്ളൽ പോലെയുള്ള ഒരു അനുഭവം മദ്യം കഴിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ശരിക്കും മദ്യമല്ല, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കുറയുന്നതുകൊണ്ടാണ് നമുക്ക് ഈ വായിൽ ഈ പൊള്ളൽ അനുഭവം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ കുടിക്കുന്ന മദ്യം അന്നനാളത്തിലൂടെ കടന്ന് ആമാശയത്തിലെത്തുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ വയറിലെത്തുകയാണ്. ആമാശയത്തിലെത്തുന്ന മദ്യമാണ് പിന്നെ നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് അല്ലെങ്കിൽ ബ്ലഡ് രക്തക്കുഴലുകളിലേക്ക് ഒബ്സർവ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ആഗിരണം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ആഗിരണം ചെയ്യപ്പെടുന്ന മദ്യം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോകും. ശരീരം മദ്യത്തെ ഒരു വിഷമായിട്ട് അല്ലെങ്കിൽ ഒരു പോയിസൺ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ മദ്യത്തിനെ ഫിൽട്ടർ ചെയ്യാനായിട്ട് ശരീരം ശ്രമിക്കും. നമുക്കറിയാം, മദ്യം എന്നാൽ ഈഥൈൽ ആൽക്കഹോളാണ്. അപ്പോൾ നമ്മുടെ മദ്യം ഉള്ളിൽ ചെല്ലുമ്പോൾ നമ്മുടെ കരള് ചില എൻസൈംസിന്റെ സഹായത്തോടു കൂടി അസറ്റാൽഡെഹൈഡ് എന്ന് പറയുന്ന ഒരു രാസാഗ്നി ഉണ്ടാക്കും. പിന്നെ അതിനെ അസറ്റേറ്റ് എന്ന് പറയുന്ന രാസാഗ്നിയെ മാറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അസറ്റൈൽഹൈഡ് എന്ന് പറയുന്നത് വിഷമാണ്. എന്നാൽ അസറ്റൈഡ് എന്ന് പറയുന്നത് വിഷമില്ലാത്ത നമ്മുടെ മൂത്രത്തിന്റെ കൂടെ പുറത്ത് കളയാവുന്ന ഒരു ദ്രാവക രാസാഗ്നിയാണ്. ഈ കരളിന് ഒരു കപ്പാസിറ്റി ഉണ്ട്. ഒരു മണിക്കൂറിൽ 15 മില്ലി മദ്യം മാത്രമേ ഇതിന് ശുദ്ധീകരിക്കാൻ സാധിക്കുകയുള്ളൂ എല്ലാ കരളുകൾക്കും. അപ്പോൾ നമ്മൾ കുടിക്കുന്ന മദ്യത്തിന്റെ അളവ് ഒരു മണിക്കൂർ 15 ml കൂടുതലാണെങ്കിൽ അപ്പോൾ കരളിന് കൂടുതൽ പ്രവർത്തിക്കേണ്ടി വരും. കൂടുതൽ ഈ പറയുന്ന അസറ്റാൽഹൈഡും അസറ്റൈഡും കൂടുതൽ രാസാഗ്നികളായിട്ട് മാറും. അപ്പോൾ ബ്ലഡിലുള്ള നമ്മുടെ ആൽക്കഹോൾ കണ്ടന്റിനെയാണ് നമ്മൾ BAC അല്ലെങ്കിൽ ബ്ലഡ് ആൽക്കഹോൾ കണ്ടന്റ് എന്ന് പറയുന്നത്. BAC എന്നാണ് അതിന് പറയുക. അപ്പോൾ മദ്യം കുടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരം ചൂടാക്കുന്നതിനുള്ള ഒരു കാരണം പറയുന്നത് മദ്യം നമ്മുടെ രക്തക്കുഴലുകളെ വലുതാക്കുന്നത് കൊണ്ട് എന്നാണ്. ഈ പ്രക്രിയയാണ് വാസോ ഡൈലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രക്തക്കുഴലുകൾ വലുതാകുന്നതോടുകൂടി നമ്മുടെ തൊലിയുടെ അടിവശത്തേക്ക് ചൂട് രക്തം ഇരച്ചു കയറും. അതുകൊണ്ടാണ് മദ്യം കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ചൂട് ഫീലിംഗ് വരുന്നത്. അപ്പോൾ
മറ്റ് തൊലികളുടെ അടികളിലേക്കൊക്കെ പോകുന്നത് പോലെ തന്നെ മദ്യം ശരിക്കും ബ്രെയിനിലേക്കും അല്ലെങ്കിൽ തലച്ചോറിലേക്കും കടന്നു ചെല്ലും. അപ്പോൾ മദ്യം കുടിക്കുന്ന ആളെ എപ്പോഴെപ്പോഴും മൂത്രം ഒഴിക്കുന്നതിനോ അതിനോട് കാരണം നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് ബ്രെയിനിലുള്ള ഒരു ഗ്രന്ഥിയാണ് പീറ്റ്യൂട്ടറി ഗ്രന്ഥി. ഇത് പുറപ്പെടുവിക്കുന്നതിനുള്ള ഹോർമോണാണ് വാസോപ്രസിൻ. അപ്പോൾ ഈ ഹോർമോൺ അല്ലെങ്കിൽ വാസോപ്രസിൻ എന്ന് പറയുന്ന ഹോർമോണാണ് നമ്മുടെ ശരീരത്തിനകത്ത് എത്രമാത്രം വെള്ളം അബ്സോർബ് ചെയ്യണം അല്ലെങ്കിൽ ആഗിരണം ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ബ്ലഡിൽ അടങ്ങിയിരിക്കുന്ന മദ്യം ഈ വാസോപ്രസിനെ തടഞ്ഞു വെക്കുന്നു. കാരണം ബ്ലഡ് സ്ട്രീമിലേക്ക് ഈ ബ്ലഡിന്റെ തലച്ചോറിലേക്ക് ഈ ബ്ലഡ് വഴി ആഗിരണം ചെയ്യപ്പെടുന്ന മദ്യം തടഞ്ഞു വെക്കും. അതുമൂലം നമ്മുടെ ശരീരത്തിലേക്ക് വെള്ളം അബ്സോർബ് ചെയ്യപ്പെടുന്നത് ഈ തടയുന്നു. അങ്ങനെ നമ്മുടെ ശരീരത്തിലെ വെള്ളമെല്ലാം മൂത്രമായിട്ട് പുറത്തേക്ക് പോകുന്നു. അതുകൊണ്ടാണ് മദ്യം കഴിക്കുന്ന ഒരാൾക്ക് വളരെയധികം ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ വെള്ളം കുടിക്കണം എന്നുള്ള ഒരു ഇത് വരാനുള്ള കാരണം. അപ്പോൾ ഈ ഒരു പ്രവർത്തനത്തിൽ പൊട്ടാഷ്യം, മഗ്നീഷ്യം, സാൾട്ട് എന്നിവ കൂടി ഈ മൂത്രത്തിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഡീഹൈഡ്രേഷനും നമ്മുടെ ശരീരത്തിൽ അമിത മദ്യപാന ഉപയോഗം മൂലം ഉണ്ടാകുന്ന രാസാഗ്നിയായ അസിറ്റാൽഹൈഡ് എന്ന് പറയുന്ന രാസാഗ്നി കൊണ്ടുമാണ് പിറ്റേ ദിവസം ഉണ്ടാകുന്ന മദ്യം കഴിച്ചാലുണ്ടാകുന്ന വിഡ്രോവിനുള്ള പ്രധാന കാരണം. മദ്യം നമ്മുടെ തലച്ചോറിൽ ലഹരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കറിയാം, തലച്ചോറിൽ സിഗ്നൽസ് പാസ് ചെയ്യുന്നത് നെർവ് സെൽസ് അല്ലെങ്കിൽ ന്യൂറോൺസ് വഴിയാണ്, അല്ലെങ്കിൽ നാഡീവ്യൂഹങ്ങൾ വഴിയാണ്. രണ്ട് ന്യൂറോൺസ് അല്ലെങ്കിൽ നാഡീവ്യൂഹങ്ങൾ പരസ്പരം ടച്ച് ചെയ്തല്ല ഇരിക്കുന്നത്. അപ്പോൾ നാഡീവ്യൂഹങ്ങൾക്കിടയിലുള്ള ഈ ഗ്യാപ്പിനെ നമ്മൾ സിനാപ്സ് എന്നാണ് പറയുക. നാഡീവ്യൂഹത്തിലേക്ക് കൂടിയുള്ള സന്ദേശം നൽകുന്നത്, അതായത് ബ്രെയിനിലേക്കുള്ള സന്ദേശത്തിന്റെ വേഗം കൂട്ടാനായിട്ട് രണ്ട് കാര്യങ്ങൾ കൂടി പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാര്യത്തിന്റെ പേരാണ്, അതായത് നാഡീവ്യൂഹത്തിലൂടെ നമ്മുടെ തലച്ചോറിലേക്ക് സന്ദേശം എത്തിക്കുന്നത് പ്രീ സിനാപ്റ്റിക് ന്യൂറോണും പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണും എന്ന് പറയുന്ന രണ്ട് ഭാഗങ്ങളാണ്. അപ്പോൾ എക്സൈറ്ററി എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഈ സിഗ്നൽ, അതായത് തലച്ചോറിലേക്ക് കൊടുക്കേണ്ട സിഗ്നലിന്റെ വേഗം കൂട്ടുന്നത്. ഇൻഹിബിറ്ററി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ബ്രെയിൻ ആക്ടിവിറ്റി, അതായത് തലച്ചോറിലേക്ക് സന്ദേശം കൊടുക്കുന്നതിന്റെ സന്ദേശത്തിന്റെ സ്പീഡ് കുറച്ച് ബ്രെയിനെ സ്ലോ ആക്കുന്നത് ഇൻഹിബിറ്ററിയാണ്. ബ്രെയിൻ ആക്ടിവിറ്റീസ് കൂടുക എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ശരീരത്തെ മസിലുകൾ വിറയൽ അനുഭവപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ച് തരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു അവസരത്തിലാണ് നമുക്ക് ഈ അപസ്മാരം കൂടും, ടെൻഷൻ കൂടും, അല്ലെങ്കിൽ ഉറക്കമില്ലായ്മ വരുന്നു. അതിന്റെ ഏറ്റവും കൂടിയ കേസാണ് നമുക്ക് ഭ്രാന്തമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ സീഷോഫ്രീനിയ പോലെയുള്ള മാനസിക വിഭ്രാന്തികളിലേക്ക് നമ്മളെ മദ്യാസക്തരെ വഴുതി വീഴിക്കുന്നത് ഈ ഒരു പ്രവർത്തനം കൊണ്ടാണ്. അപ്പോൾ ബ്രെയിനിന്റെ ഈ ആക്ടിവിറ്റി കൂടുമ്പോൾ അത് സ്പീഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ശരീരം തന്നെ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ഇൻഹിബിറ്ററി ന്യൂറോ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രെയിനിന്റെ പ്രവർത്തനം കൺട്രോൾ ചെയ്യാനും നന്നായി ഉറങ്ങാനും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ തന്നെ ശാന്തമാക്കാനും ഉപയോഗിക്കുന്നതാണ് ഈ കെമിക്കലുകൾ. അപ്പോൾ മദ്യം പ്രധാനമായിട്ട് ബാധിക്കുന്നത് ഗ്ലൂട്ടമേറ്റ് എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിഷനെയാണ്. അതായത് നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റീസിനെ കൂട്ടുക എന്ന് പറയുന്ന ഒരു ബ്രെയിനിനെ ഒരു ആശയത്തിലേക്ക് എത്തിക്കുകയാണ്. ഗാബ എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തെ കുറയ്ക്കുന്നതാണ്. അപ്പോൾ മദ്യം എന്താ ചെയ്യുന്നത്? ഈ ഗ്ലൂട്ടമേറ്റിന്റെ അളവ് കുറയ്ക്കുകയും ഗാബയുടെ അളവ് കൂട്ടുകയാണ് ചെയ്യുക. അതുവഴിയാണ് നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റി വളരെ സാവധാനത്തിൽ അല്ലെങ്കിൽ സ്ലോ ആകുന്നത്. ഇങ്ങനെ ബ്രെയിൻ ആക്ടിവിറ്റി കുറയുമ്പോഴാണ് നമുക്ക് കുറച്ച് റിലാക്സേഷൻ ഫീലിംഗ് തോന്നും, നമുക്ക് നല്ല ഉറക്കം കിട്ടുന്നത് പോലെ തോന്നും. അപ്പോൾ ഈ തെറ്റിദ്ധാരണ മൂലമാണ് ചിലർക്ക് മദ്യം കഴിക്കുമ്പോൾ നമുക്ക് കൂടുതൽ റിലാക്സേഷനായി തോന്നുന്നതൊക്കെ എന്നുള്ളൊരു പ്രധാന കാരണം ഇതാണ്. ബ്രെയിൻ ആക്ടിവിറ്റീസ് നമ്മളെ മറ്റു ഭാഗങ്ങളെല്ലാം ബാധിക്കും. നമുക്കറിയാം, നമ്മുടെ തലച്ചോറിൻ്റെ ഒരു ഭാഗത്തുള്ള സെറിബെല്ലമാണ് നമ്മുടെ ആക്ഷൻസ്, ചലനത്തെ സഹായിക്കുന്നത്. അത് നമ്മളെ സ്ലോ ആക്കും. അതുകൊണ്ടാണ് മദ്യപിച്ച് കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇരിക്കാനോ നടക്കാനോ പറ്റാതെ നമ്മൾ ആടിപ്പോകുന്നതിൻ്റെ ഒരു കാരണം ഈ സെറിബെല്ലത്തെ ഇത് ബാധിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ തലയുടെ നെറ്റിത്തട്ടത്തിന് അടിയിലാണ് ഈ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഇതാണ് നമുക്കൊരു സാഹചര്യം മനസ്സിലാക്കി പ്രതികരിക്കേണ്ടതിനെ നമ്മളെ സഹായിക്കുന്നത്. നമ്മുടെ നെറ്റിത്തടത്തിൽ കൈവച്ച് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ കാണുന്ന ഒരു ഭാഗത്തിനെയാണ് ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഇനി എന്ത് ഞാൻ ചെയ്യണമെന്നുള്ള ഒരാശയം നമുക്ക് തരുന്നത്. ഇവിടെ നമ്മൾ ഒരു തീരുമാനം എടുക്കുന്നതെല്ലാം ഈ ഫ്രണ്ടൽ കോർട്ടെക്സിന്റെ സഹായത്തോടു കൂടിയാണ്. പക്ഷെ മദ്യപിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നതെല്ലാം പലപ്പോഴും മണ്ടത്തരങ്ങളായി മാറും. അപ്പോൾ മറ്റൊരു ഭാഗമാണ് മെഡുല്ല. മെഡുല്ലയാണ് നമ്മുടെ ശ്വാസോച്ഛ്വാസവും
നമ്മുടെ ഹാർട്ട് റേറ്റും ഒക്കെ തീരുമാനിക്കുന്നത് ഈ മെഡുലയാണ്. ബ്ലഡ് ആൽക്കഹോൾ കണ്ടല് 0.5% കൂടുതലായാൽ മെഡുലയെ അത് സാരമായിട്ട് ബാധിക്കും. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്കാണ് മദ്യപൻ സ്ഥിരമായിട്ടുള്ള ഒരു കോമയിലേക്കോ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ മദ്യപിച്ച് മരിച്ചു പോകാൻ വരെയുള്ള സാധ്യതയുണ്ട്. ഒരിക്കൽ മദ്യപിക്കുന്ന ഒരാൾക്ക് ഈ ഗാമ ഗ്ലൂട്ടാമിൻ ലെവലൊന്നും ഇൻബാലൻസ്ഡ് ആയി പോകുന്നില്ല. ബ്ലഡിലെ ആൽക്കഹോൾ കണ്ടന്റ് കുറയുന്നതിനനുസരിച്ച് അത് പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചെത്തും. എന്നാൽ ഒരു അമിത മദ്യപാന രോഗിയുടെ അല്ലെങ്കിൽ ഒരു സ്ഥിരമായി മദ്യപാനം കഴിക്കുന്ന ഒരാളുടെ കാര്യത്തിൽ ഇത് ഗാമ ഗ്ലൂട്ടാമിൻ ലെവല് ഇൻബാലൻസിലേക്ക് പോകാനാണ് സാധ്യത. ബ്രെയിൻ സ്വയം ഇത് മനസ്സിലാക്കിയിട്ട് ഇത് രണ്ടുപേരുടെയും ലെവല് തുല്യമാക്കാനായിട്ട് ശ്രമിക്കും. കാരണം മദ്യം കൂടുതൽ ചെല്ലുമ്പോൾ ഗ്ലൂട്ടമിൻ ലെവല് കുറച്ചിട്ട് ഗാബ ലെവല് തുല്യമാക്കി വെക്കാനായിട്ട് ബ്രെയിൻ ശ്രമിക്കും. അപ്പം നമുക്ക് മദ്യം കഴിക്കുമ്പോൾ കിട്ടുന്ന ലഹരി എന്ന് പറയുന്നത് ഈ ഗാബ ഗ്ലൂട്ടമിൻ്റെ ഇംബാലൻസ് ആണ്. നമ്മൾക്ക് കുഴയുന്നത്, നമ്മൾ പൂസാകുന്നത് ഈ ഗാബ ഗ്ലൂട്ടമിൻ്റെ ലെവലിൽ വരുന്ന ഇംബാലൻസ് കൊണ്ടാണ്. അപ്പോൾ ഗാബ ഗ്ലൂട്ടമിൻ ലെവലിന് ഇംബാലൻസ് മദ്യം ഇംബാലൻസ് ചെയ്യുമ്പോൾ അത് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ തലച്ചോറ് പ്രവർത്തിക്കും. അതായത് ഗാബ ഗ്ലൂട്ടമിൻ ലെവലിനെ ബാലൻസ് ചെയ്യാനായിട്ട് തലച്ചോറ് ശ്രമിക്കുമ്പോൾ നമുക്ക് പഴയ കിക്ക് കിട്ടണമെങ്കിൽ വീണ്ടും വീണ്ടും കൂടുതൽ കുടിക്കേണ്ടതായ ഒരു ഗതിയിലേക്ക് നമ്മൾ വരും. നമ്മൾ ഒരു കുപ്പി കുടിച്ചു കൊടുത്ത് 2 കുപ്പി കുടിക്കണം, 3 കുപ്പി, ഒരു പെഗ് അടിച്ചു കൊടുത്ത് 4 പെഗ് അടിക്കണം. അങ്ങനെ വന്നാലാണ് നമുക്ക് ആ ഇംബാലൻസ് നിൽക്കുള്ളൂ. പക്ഷേ തലച്ചോറ് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നു, നമ്മളത് ഇംബാലൻസ് ചെയ്താലാണ് നമുക്ക് കിക്ക് കിട്ടുന്നുള്ളൂ. അതാണ് ശരിക്കും ഒരു സയൻസ്. അപ്പോൾ കൂടുതൽ മദ്യം ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ലിവറിനും പാങ്ക്രിയാസിനും എല്ലാത്തിനും പ്രശ്നമാണ്. അപ്പോൾ കുറച്ച് നാൾ മദ്യപാനം നിർത്തുന്ന ഒരാൾക്ക് എന്താണ് സംഭവിക്കുക? അപ്പോൾ ബ്രെയിന് ഈ ഗ്ലൂട്ടമിൻ ലെവല്, ശരീരം അല്ലെങ്കിൽ ബ്രെയിന് ഗ്ലൂട്ടമിൻ ലെവല് കൂട്ടി ഗാബ കുറച്ച് അടുത്ത മദ്യപാനത്തിന് വേണ്ടിയിട്ട് ശരീരം തന്നെ കാത്തിരിക്കുകയാണ്. അതാണ് സാധാരണ സംഭവിക്കുന്നത്. എന്നാൽ മദ്യം വരുന്നില്ല. ഈ സമയത്ത് ബ്രെയിൻ ഓവർ എക്സൈറ്റഡ് ആകും. കാരണം കുറച്ചു കാലം കുടിക്കാതിരിക്കുന്ന 10-20 വർഷം കുടിച്ചുകൊണ്ടിരുന്ന ആൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ബ്രെയിന് സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണത്. അപ്പോൾ ഈ പറയുന്ന അതുകൊണ്ടാണ് കുറച്ച് ദിവസം മദ്യപാനം നിർത്തി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉറക്കമില്ലായ്മ വരുന്നു. കൂടുതൽ കാലം കുടിക്കാതിരിക്കുന്ന കുടിച്ച ഒരാൾക്ക് പെട്ടെന്ന് നിർത്തുമ്പോൾ അയാൾക്ക് അപസ്മാരം വരുന്നു, അയാൾക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളെല്ലാം വരുന്നു, അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു, മ്യൂട്ട് സ്വിങ് എന്ന് പറയും അല്ലേ. നമ്മുടെ ശാന്തനാകുക അല്ലെങ്കിൽ ഇൻസാനിറ്റിയിൽ നിന്ന് സാനിറ്റിയിലേക്ക് വരിക എന്ന് പറയുന്ന ഒരു അവസ്ഥയല്ല, ഭ്രാന്തമായ ഒരു അവസ്ഥയിൽ അയാൾ പെട്ടെന്ന് ചൂടാവുന്നു, പെട്ടെന്ന് കണ്ടെന്ന് എല്ലാം ദേഷ്യം വരുന്നു. അയാളുടെ മൂഡ് എപ്പോഴും ശാന്തനായിട്ട് നിൽക്കുന്ന ഒരാൾ പെട്ടെന്ന് ചാടി ചൂടാകുന്നതൊക്കെ നമുക്ക് പലപ്പോഴും പല സ്ഥലങ്ങളിലും വെച്ച് നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആൽക്കഹോളിക്ക് പെട്ടെന്ന് ഒരു കാരണമില്ലാതെ തന്നെ അയാൾ പെട്ടെന്ന് മൂഡ് സ്വിങ് ആവുമെന്ന് പറയാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മൂഡിന് ഒരു ചേഞ്ചസ് സംഭവിക്കുന്നു. ഇങ്ങനെ ദീർഘകാലം കുടിക്കുന്ന ഒരാൾ പെട്ടെന്ന് മദ്യം നിർത്തുമ്പോൾ അയാൾക്ക് ഒരു മാനസിക വിഭ്രാന്തി വരെ എത്തിയേക്കാം. അപ്പോൾ ബ്രെയിൻ ആക്ടിവിറ്റീസ് കൂടുമ്പോൾ കാണിക്കുന്ന ഈ പറയുന്ന പ്രക്രിയയാണ് ആൽക്കഹോൾ വിത്ഡ്രോവലായിട്ട് നമ്മൾക്ക് കാണുന്നത്. അതായത് അപസ്മാരം വരിക, വറയിൽ അനുഭവപ്പെടുക, ഡീഹൈഡ്രേഷൻ അനുഭവപ്പെടുന്നതൊക്കെ അതുകൊണ്ടാണ്. അപ്പോൾ മദ്യത്തിന് പോലെ ഏത് അഡിക്ഷൻ്റെയും ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് ഡോപ്പമിനാണ്. അപ്പോൾ മദ്യം കഴിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന റിവാർഡ് അല്ലെങ്കിൽ റിവാർഡ് പാത്വേ ആണ് ഈ സന്തോഷം എന്ന് പറയുന്നത്. നമുക്ക് ഒരു തുള്ളി മദ്യം അല്ലെങ്കിൽ 2 തുള്ളി മദ്യം കഴിക്കുമ്പോൾ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് വളരെ സന്തോഷവും ആനന്ദവും തോന്നുന്നത് ഈ തലച്ചോറിലുണ്ടാകുന്ന ഈ ഡോപ്പാമിൻ്റെ പ്രവർത്തനം മൂലമാണ്. ഡോപ്പാമിൻ നമ്മുടെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമുള്ള ഒരു ഇതാണ്. അപ്പം മദ്യം ഒരു തുള്ളിയോ 2 തുള്ളിയോ മദ്യം അല്ലെങ്കിൽ 1 പെഗോ 2 പെഗോ കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ റിവാർഡ് പാത്വേയിൽ ഡോപ്പാമിൻ ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഡോപ്പാമിൻ നമുക്ക് നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമായൊക്കെ, പ്രത്യേകിച്ച് നമ്മൾ പ്രത്യുൽപാദന പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴോ, നമ്മുടെ ഭക്ഷണം കഴിക്കുമ്പോഴോ, നമ്മൾ ഒരു പാട്ട് കേൾക്കുമ്പോഴോ, ഡാൻസ് കളിക്കുമ്പോഴോ ഒക്കെ ഈ ഡോപ്പാമിൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഡോപ്പാമിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ തലച്ചോറിനോട് ഒരു ആവശ്യപ്പെടൽ നടത്തുകയാണ്. ഇപ്പോൾ ഇയാൾ ചെയ്യുന്ന പ്രവൃത്തി വീണ്ടും വീണ്ടും ചെയ്യാനായിട്ട് തലച്ചോറിനോട് ആവശ്യപ്പെടും. അപ്പോൾ ഡാൻസ് കഴിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും മറ്റ് പല പ്രവർത്തികൾ നടത്തുമ്പോഴും ഈ ഡോപ്പാമിൻ ഉണ്ടാകുന്നത് പോലെ തന്നെ മദ്യം കഴിക്കുമ്പോഴും ഡോപ്പാമിൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ തലച്ചോറ് വിചാരിക്കും, ഇദ്ദേഹം ഈ ഡോപ്പാമിൻ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹം ഏതോ ഒരു നല്ല കാര്യം ചെയ്യുന്ന പോലെയാണെന്ന് തലച്ചോറ് വിചാരിക്കും. ഇവിടെ തലച്ചോറ് ചെയ്യുന്നത് വീണ്ടും വീണ്ടും ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്.
അതുകൊണ്ടാണ് ഒരു പെഗ് അടിക്കുന്ന ഒരാൾ വീണ്ടും വീണ്ടും മദ്യം കഴിക്കാനായിട്ട് ശ്രമിക്കുന്നത്, പ്രത്യേകിച്ച് അമിത മദ്യപാന രോഗി. അപ്പോൾ മദ്യം ശരിക്കും നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്നു എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചു. നെർവ് സെല്ലുകളുടെ അറ്റത്തുള്ള ശാഖകളെയാണ് നമ്മൾ ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയും. മദ്യം ഈ നെർവ് സെല്ലുകളുടെ അറ്റത്തുള്ള ഈ ഒരു ചങ്ങല പോലെ ഇരിക്കുന്ന ഇതിനെ നശിപ്പിച്ച് കളയുന്നത് കൊണ്ടാണ് നമുക്ക് ഓർമ്മക്കുറവുകൾ ഉണ്ടാകുന്നത്. അവിടെയാണ് നമ്മൾക്ക് പലപ്പോഴും കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കാനുള്ള നമ്മുടെ കഴിവ് നശിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു സ്മോൾ സയൻസ് അല്ലെങ്കിൽ ചെറിയൊരു സയൻസ് പറഞ്ഞതിനൊരു കാരണം, ഒരു അമിത മദ്യപാന രോഗിയായ എനിക്ക് ഇതെല്ലാം മനസ്സിലാക്കിയാലാണ് മദ്യം എൻ്റെ ശരീരത്തെ എന്ത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ വീണ്ടും കുടിയിലേക്ക് അല്ലെങ്കിൽ ആദ്യത്തെ കുടിയിൽ നിന്ന് അകന്നു നിൽക്കുന്നതിന് നമുക്ക് സഹായകമാവുള്ളൂ. ഇപ്പോൾ 1-ാം പടിയും 2-ാം പടിയും 3-ാം പടിയൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാ ദിവസവും തന്നെ പലരും സംസാരിക്കുന്നുണ്ട്. ഞാനും 1-ാം പടിയും 2-ാം പടിയും 3-ാം പടിയും 3 മീറ്റിങ്ങിലായിട്ട് സംസാരിച്ചതാണ്. അപ്പോൾ ഈ ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയുന്നത് പോലെ ഈ പുസ്തകത്തിൽ നിന്നും മാറിയുള്ള ഒരു കാര്യം ഞാൻ ഒരു 10 മിനിറ്റ് എടുത്തിട്ടുണ്ട് അത് സംസാരിക്കാനുള്ളൊരു കാരണം, മദ്യം എൻ്റെ ശരീരത്ത് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ മദ്യം എൻ്റെ ശരീരത്തിൽ ഒരു കെമിസ്ട്രി രൂപപ്പെടുത്തുന്നുണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ആർത്തി ഉണ്ടാകുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കണം. നമുക്കറിയാം, ഡോക്ടർ സിൽക്വർത്ത് ഇതിനെക്കുറിച്ച് കൃത്യമായി ആദ്യം പറഞ്ഞ പോലെ ശരീരത്തിന് അലർജി ഉണ്ടാക്കുന്നു, മെൻ്റൽ ഒബ്സഷൻ ഉണ്ടാക്കുന്നു. ഇത് മനസ്സിലാക്കുന്ന ഒരാൾക്കാണ് ഫൗണ്ടേഷൻ സ്റ്റോൺ ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ.